ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇതുണ്ടാക്കാൻ പോണത് നല്ലത് ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ച് വരട്ടിയെടുത്ത നല്ല പോർക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കണത്. അപ്പൊ ആദ്യമായിട്ട് ഞാനതിന് സവാള ഒരു 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാനതിൻ്റെ ഫോണിലേക്ക് ഇത് വലിച്ചെറിഞ്ഞ് കൊളാക്കണമാണ് കാണുന്നത്. പിന്നെ കുറച്ച് മസാല, അതിനാവശ്യമുള്ള മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അടുപ്പിന് തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളി കത്തുന്നുണ്ട്. തീ പിടിക്കുന്നാവോ, അതുപോലെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലപ്പൊടി ഇതെല്ലാം കൂടി വറുത്തിട്ടാണ് ഇടുന്നത്. ഒന്നും വെളിച്ചെണ്ണയിൽ വരട്ടിയുള്ള പരിപാടിയില്ല. പോർക്കിന് അതാണ് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. വലിയ തൊലിക്ക് കട്ടിയില്ലാത്ത പോർക്കാണ്. എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് കേട്ടോ അത്. ആ എല്ലും കൂടി കൂടിയുണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 കിലോ പോർക്കുള്ളൂ. അതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞതും, കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മുടെ മസാല, ഞാൻ വറുത്ത് വെച്ച മസാല, ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് എന്താണെന്നറിയാം, കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. എന്താണെന്നോ, ഒരു 5-10 മറ്റേ ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ അരിയൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെന്തുള്ളിലേക്ക് റെഡി ആയിക്കോളും. പിന്നെ ഈ മസാലയും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ, നമ്മൾ മറ്റേ പൊട്ടിക്കറി വെച്ച പോലെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി, എന്താണെന്നറിയോ, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി അതിൽ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതുപോലെ നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേറൊന്നും ചെയ്യാനില്ല, തട്ടിപ്പൊത്തി അടുപ്പിക്കേറ്റുക. അത്ര ഉള്ള കാര്യം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിലാണ് കാര്യം. കണ്ടോ, ചിലവർ ഇതിലിങ്ങനെ നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും. അതിന്റെ ആവശ്യമില്ല, നമുക്കത് അവസാനം ചേർക്കാം. ഇതിനകത്തുനിന്ന് തന്നെ നെയ്യ് നല്ലപോലെ ഇറങ്ങി വരുമല്ലോ, ഈ തൊലി കഷ്ണത്തിൽ നിന്ന് തന്നെ. അപ്പൊ അതിൽ നിന്ന് നെയ്യ് വന്നോളും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, അടി പിടിക്കത്തുമില്ല. പിന്നെ ഞാനൊരു ഇത്തിരി വെള്ളം, ഒരു ഇത്തിരി, നമ്മുടെ മറ്റേ വിറകടുപ്പിലായതുകൊണ്ട് മറ്റേ സിമ്മിലിടാൻ പറ്റൂലുണ്ട്. അതുകൊണ്ട് ഇനി അടിയിലൊന്നും പിടിക്കണ്ടെന്ന് കുറച്ച് വെള്ളം ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി കൈ കൊണ്ട് ഇത്തിരി വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും നോക്കാനില്ല, പരിപാടി കഴിഞ്ഞു ഇതിന്റെ. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക, മൂടി വെക്കുക. വേറെ ഒന്നിട്ട് പരിപാടിയില്ല. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെക്കുക. കണ്ട, ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ ഇനി അത് അടച്ചു വെച്ചിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കാരണം തീ കൂടുതൽ കുറയുള്ളൂ നമുക്കറിയാൻ പറ്റില്ല. ഉരുളിക്കാകുമ്പോൾ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും. പിന്നെ ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം കഴുകിയതിന്റെ അരിഞ്ഞതിന്റെ മൊത്തം പാത്രങ്ങളാണ്. അതാണല്ലോ ഒരു പണി, പാത്രം കഴുകൽ. പിന്നെ പാത്രം കഴുകലാണ്. പിന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കട്ടെ. എന്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി അടുക്കള വൃത്തിയാക്കി ഇടട്ടെ. അപ്പത്തേക്കും അത് അവിടെ കിടന്ന് വെന്തോളും. കണ്ടോ, ഞാൻ പാത്രം കഴുകണ എല്ലാവരും കുറച്ചു നേരം കാണൂ. നക്ഷത്ര പൂക്കൾ തന്നിലോട്ടം
എന്നിട്ട് ഞാൻ ഇതുപോലെ തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചല്ലോ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. കണ്ടതുപോലെ നല്ലപോലെ നെയ്യൊക്കെ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് വേവുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് വെന്ത് കറക്റ്റ് ആവും, കാരണം അത്രയും വേവ് അതിനുള്ളൂ. അപ്പൊ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. എന്നിട്ട് അതും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ആ ഉരുളക്കിഴങ്ങ് വേവണ വേവന്നെ ഇത് വേവും, അത്രയും വേവ് ഇതിനുള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാനില്ല, എല്ലാം സെറ്റപ്പ്. കണ്ട ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു. അടച്ചു വെച്ച് കഴിഞ്ഞപ്പോ ഇതുപോലെ സെറ്റായി. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു പരിപാടിയില്ല, സംഭവം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കിടു ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കണതൊന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കണേന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഗ്യാസിന്റെ ഒക്കെ ക്ഷാമമുള്ള സമയത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ല കിടുക്കാച്ചി പോർക്ക് കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറയണേ. അപ്പൊ ഞാൻ എന്തായാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത്താഴം കഴിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.